ചെങ്കടലിൽ വാണിജ്യ കപ്പൽ ആക്രമിച്ച ഹൂതികൾ 3 ഹൂതി തുറമുഖങ്ങളും പവർ പ്ലാന്റും ആക്രമിച്ച ഇസ്രായേൽ തിരിച്ചടിച്ചു. ഗസ വെടിനിർത്തലും ഇറാൻ സംഘർഷവും അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ചർച്ച ചെയ്തെന്ന് വാർത്ത കൂടി വരുമ്പോൾ VP ജെയിംസ് ഈ വിദേശ വാർത്തകളെ അപകീർത്തിക്കാൻ തത്സമയം ചേർന്നു. VP ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ജെയിംസിനെ കാണാനല്ല, ജെയിംസ് മുങ്ങിക്കളഞ്ഞു എന്ന് വ്യാപകമായ പരാതി ഉണ്ടായി. ഞാൻ ഒരു കാണാനില്ല എന്ന് പറഞ്ഞാൽ പത്രപരസ്യം കൊടുത്താലൊന്നും ഒരു ആലോചിച്ചു പോയി. എന്റെ അടുത്ത സുഹൃത്ത് MN ഗുണവർദ്ധന IAS പുള്ളിയുടെ ഭാര്യ മരിച്ച് അവിടെ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ കുടുംബ പ്രേക്ഷകരെ പോലെയാണ്, പ്രത്യേകിച്ച് മോർണിംഗ് ഷോയിലൊക്കെ. അതുകൊണ്ട് അവർ ചോദിച്ചു ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടി. അല്ല, ഇതിലൊരു പ്രശ്നം കഴിഞ്ഞ 6.5 വർഷമായിട്ട് ഞാൻ ഓഫ് എടുക്കാതെ അവരെ അഡ്രസ് ചെയ്തോണ്ടിരിക്കുക. അത് ഓഫായി കുറിച്ച് ആരും പറയുന്നില്ല. ഓഫായി നടക്കുന്നു, ഓഫ് എടുക്കുന്നില്ല, എന്താ ചെയ്യുക? ഓക്കെ VP, അപ്പൊ നമ്മുടെ വിദേശ വാർത്തയിലേക്ക്. ഇസ്രായേൽ ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ അതിന് വഴിമരുന്നിട്ട് കൊടുത്ത് ഹൂതികൾ തന്നെയാണ്. ഹൂതികള് ചെങ്കടലിൽ ഒരു വാണിജ്യ കപ്പൽ, അത് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ലൈബീരിയൻ ഫ്ലാഗ്ഷിപ്പ് കപ്പലാണ് മാജിക് സീസ് എന്ന വാണിജ്യ കപ്പലിനെ ആക്രമിച്ചു. അത് തീപിടിച്ചു. അതിലെ 23 ജീവനക്കാരും അവർ വേറൊരു ബോട്ടിൽ കയറി, അത് UAE ആണ്, UAE ബോട്ടുകാരാണ് അവരെ രക്ഷപ്പെടുത്തിയത്. കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് തീപിടിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർന്ന് ഇസ്രായേലിൻ്റെ തുറമുഖത്ത് ഈ കപ്പൽ കയറി എന്നൊറ്റ ന്യായം പറഞ്ഞാണ് ഹൂതികൾ ആ കപ്പൽ ആക്രമിച്ചത്. എന്തായാലും അതിന് തിരിച്ചടിയായി ഹൊദൈ തുറമുഖം അടക്കം യമനിലെ 3 ഈ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പോർട്ടുകളും അവിടുത്തെ പവർ പ്ലാന്റും ആക്രമിച്ചു. ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ കൂടി ആക്രമണം നടത്തുന്നു. അത് വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. അതിൽ ഏറ്റവും രസകരമായ കാര്യം അമേരിക്കൻ പ്രസിഡന്റിന് നൊബേൽ സമാധാന സമ്മാനം നൽകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് മാത്രമല്ല, നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് അത് സംബന്ധിച്ച് ഇസ്രായേൽ അയച്ച അതിൻ്റെ കോപ്പി കൊണ്ടുപോയി അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയും ചെയ്തു. ട്രംപ് വളരെ സന്തുഷ്ടനായി. നേരത്തെ പാകിസ്ഥാനും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. സാധാരണ പറയും, ഈ വേട്ടക്കാരന് ഈ സമാധാനത്തിനുള്ള സമ്മാനം കൊടുക്കണമെന്ന് മറ്റൊരു വേട്ടക്കാരൻ ചെന്ന് പറയുന്നതിന് തുല്യമാണെന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ട്രംപ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി, നൊബേൽ സമാധാന സമ്മാനം അദ്ദേഹത്തിന് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തൊരു വലിയ സംഭവമാണ് എന്ന് ട്രംപ്. കാരണം നേരത്തെ ഇത് ജിമ്മി കാർട്ടറിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബറാക്ക് ഒബാമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും 2ാം ടേം, ഇനി മത്സരിക്കാൻ പറ്റില്ല, അവാർഡ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ വലിയ ചർച്ച ചെയ്തത് ഇറാൻ പ്രശ്നവും അതുപോലെ തന്നെ ഗസയിലെ വെടിനിർത്തലുമാണ്. ഗസയിലെ വെടിനിർത്തൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് ഏതാണ്ട് സൂചനകളുണ്ട്. അതുകൊണ്ടാണ് വ്യാഴാഴ്ച വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിൽ തങ്ങുകയാണ്. അത് സംബന്ധിച്ച് പിന്നെ ഇറാൻ പ്രശ്നവും ചർച്ചാ വിഷയമായി. ഇറാനിൽ കയറി ഇനി ആക്രമണം ഉണ്ടാവില്ലെന്ന് ട്രംപ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി വന്നിട്ടുണ്ട്, അവർക്ക് മനംമാറ്റമുണ്ട്. പക്ഷേ ഇത് അഭിപ്രായമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക്. ഇറാനുമായി കാര്യങ്ങൾ നോക്കുകയാണ്, തീരുമാനമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനിടയിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഈ മണിക്കൂറുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, തന്നെ വധിക്കാൻ ആ 12 ദിവസം നടന്ന ഏറ്റുമുട്ടലിനിടയിൽ ഇസ്രായേൽ ശ്രമിച്ചു. താൻ യോഗം നടത്തിക്കൊണ്ടിരിക്കെ ആ ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് ബോംബിട്ടു, തലനാരി ഇഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ഇതാദ്യമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു.